Hey guys, welcome back to channel. ഇന്നത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയ്യന്മാരുടെ കൂടെ നമ്മൾ ആക്ച്വലി ഒരു സ്ഥലം വരെ പോവുകയാണ്. സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. സോ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ സുഹൃത്തുക്കളെ. എന്താ 3 മണി എന്ന് പറഞ്ഞാൽ 3 മണി, അതാണ്. Come on bro. എന്താ ആരാ എന്താ എന്താ പാണ്ടോ അകത്തുണ്ടോ? ഞാൻ കല്യാണത്തിന് കല്യാണത്തിന് വരുന്നു. ചാർജ് തീർക്കല്ലേ, ഫോണൊക്കെ ആവശ്യമുള്ളതാ. കുത്തിയിട 3 മണിയാകുമ്പോ വരണമെന്ന് പറഞ്ഞു എല്ലാവരും. എന്തേ ബാക്കി എല്ലാവർക്കും മെസ്സേജ് അത് ഇപ്പഴാ ഗേറ്റ് അടച്ചത്. ഞാൻ വരുമ്പോ ഗേറ്റ് അടച്ചില്ല. ഇതുവരെ ആരും വന്നില്ല. ഞങ്ങൾ ആകപ്പാട് 1 2 3 4 5 പേര് ഞങ്ങൾ. അതെ, അവൻ അവൻ്റെ വീട്ടിൽ തന്നെയാണ്. അവൻ കറക്റ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ബാക്കിയുള്ളവന്മാർ എവിടെ വന്നിട്ട് പിടുത്തമില്ല ഗൈസ്. അപ്പം നമ്മൾ പയ്യെ അങ്ങോട്ട് നീങ്ങുകയാണ്. ആരും വന്നിട്ടില്ല, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. ബാക്കി ഇനിയും ആൾക്കാരുണ്ട് ഗൈസ്. അങ്ങോട്ട് വരണോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. നമ്മുടെ കൂട്ടത്തിൽ ഒരു വണ്ടിക്കാരനാണ് നിൽക്കുന്നത്. വണ്ടിക്കാരൻ ചെറുതായിട്ട് വഴി മാറി അങ്ങ് ദൂരെ പോയതുകൊണ്ട് ഞങ്ങളെ കൈ കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് വരുന്നുണ്ട്. എന്റെ മോനെ വരുന്ന എന്താ ഇവിടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എടുത്ത് കയറ്റിക്കോ. നെക്സ്റ്റ് കാർ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഉള്ള വണ്ടി ചെറുതായിട്ടൊന്ന് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ആയെന്നാണ് കേൾക്കുന്നത്. സോ ഒന്നും കൂടെ നമ്മൾ താമസിക്കുന്നതായിരിക്കും. 4 മണിക്ക് അവിടെ എത്തണമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എത്തുമ്പോഴത്തേക്ക് എന്തായാലും 4-4:30 ആവുന്നതാണ്. അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ 3:15 കഴിഞ്ഞായിരുന്നു. 3 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ ദേവൻ. യവനാണ് ഇതിനെല്ലാം കാരണം. അയ്യോ അറിയാതെ മോനെ കുഞ്ഞാവേ. ഒരുത്തൻ കുറെ നേരമുണ്ട് ലൊക്കേഷൻ ഇട്ടോണ്ടിരിക്കും. അജയ് ദേവൻ ഏത്തക്ക മേടിക്കാൻ പോയി. അതെ, നമുക്ക് പ്രോട്ടീൻ ആണ് മസ്റ്റ് ഗൈസ് നമ്മൾ പോകുമ്പോൾ. അതുകൊണ്ട് അഞ്ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും മുട്ടയും ഏത്തക്കയൊക്കെ എടുത്തിട്ടാണ് ഈ ബാഗ് നിറച്ച. അഞ്ചേട്ടൻ ഞങ്ങൾക്ക് മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇല്ല എന്താണ് 3 കിലോയെങ്കിലും കാണുമെന്നാണ് തോന്നുന്നത്. എടാ മോനെ വിഷയം അറ്റ്ലീസ്റ്റ് വേണോന്നെങ്കിലും ചോദിക്കണം. അവന്മാരോട്ടിരുന്ന് തിന്നുക. അതെ, ഇനിയും പറയണ്ട. നമ്മൾ എന്തൊക്കെ ബിൽഡപ്പാ കൊടുത്തത്. ദേവൻ ഞങ്ങൾക്ക് വേണ്ടി ഏത്തക്കാൻ മേടിക്കുന്നു, ഞാൻ കൊണ്ട് തരുന്നു. ഇനി അതിന്റെ കൂട്ടത്തിൽ അവന് So guys, finally we are in Mandro Island. So ഈ ചേട്ടനാണ് നമ്മുടെ കയാക്കിംഗ് സെറ്റാക്കി തരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ആക്ച്വലി ഇവിടെ എല്ലാം ഫുൾ ഓൺ ആൾക്കാരാണ്. ഇന്ന് ആക്ച്വലി ഭയങ്കര നല്ല തിരക്കുണ്ട്. ഇന്ന് കൂടുതലും ഫാമിലീസ് ആണ്. സോ നോട്ട് ചെയ്യേണ്ട കാര്യം, സൺഡേ ദിവസങ്ങളിൽ വരാതിരിക്കുക, ഭയങ്കര തിരക്കായിരിക്കും. ലേറ്റായി വന്നാലും നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഐ മീൻ നിക്കറലോട്ട് ആയിട്ടുണ്ട് എല്ലാവരും. കമോൺ ബ്രോ. പയ്യന്മാരെല്ലാവരും ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടിരുന്നതാണ്. ഓ അബി മോനെ കുട്ട നേരത്തെ ദേവാ ഇല്ലടാ, കുഴപ്പമില്ലടാ. അവന്മാർക്ക് ചേട്ടനത് കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാ തുഴയുന്നുള്ളത്.
ഉണ്ട്, അത്രേ ഉള്ളു സിമ്പിൾ. എടാ ദേവ തിരിച്ചു വിടടാ, അത് തിരിച്ചു വിടടാ തൊഴ. ദേവ തൊഴ തിരിച്ചു വിടടാ. എടാ അങ്ങനല്ലടാ. എക്സ്പീരിയൻസ് ഉണ്ട്. അത്രേ ഉള്ളു. അങ്ങനെ തന്നെ യവന്മാരുടെ കാര്യം വിറ്റ. യവന്മാർ ഇതുവരെ തൊഴയാൻ പഠിച്ചില്ല ഇങ്ങോട്ട് ഇറങ്ങിയോണ്ട്. ഞങ്ങൾ കുറെ നേരം കൊണ്ട് യവന്മാരെ തൊഴയാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. ഇലാചന്ദന കിണ്ണം പുന്നമഴ കായലിൽ വീണ് ഓണ്ട കൈസ്. അവിടുന്ന് ഒരു ടീം വരുന്നുണ്ട് നമ്മുടെ ഉള്ള. എല്ലാ തുരുത്തും അവർ ഇടിച്ചു വിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ പോകുന്നവരെ ഇടിച്ചു മാറ്റിയിട്ടൊക്കെ അതുകൊണ്ട് വരുന്നുണ്ടോ. ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞായറാഴ്ച ദിവസങ്ങളിൽ വരാതിരിക്കുക, ഒടുക്കത്തെ തിരക്കാണ്. ഇവിടെ ഫാമിലീസിനെ തട്ടിയിട്ട് മുഴുവൻ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ടീം ആക്ച്വലി അവിടെ ഇങ്ങനെ തൊഴയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോഴും അവന്മാർ തുഴഞ്ഞു ഇവിടെ എത്തുമ്പോഴത്തേക്ക് നേരം വിളിക്കുന്നതായിരിക്കും. ഞങ്ങൾ ആക്ച്വലി 2 മണിക്കൂറത്തേക്ക് എടുത്ത സാധനം മിക്കവാറും ഞങ്ങൾ തുഴഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം എടുക്കില്ല. ഗൈസ് ഇത്ര ആഴമുണ്ട് ഇവിടെ. വേണ്ട ഈ ഒരു പങ്കായത്തിൽ എന്താണ് മുക്കിക്കാണ് ഉള്ള. ഇതാണ് പങ്കായത്തിന്റെ നീളം വരുന്നത്. അതിന്റെ വേണ്ട ആ ലാസ്റ്റ് പിടി വരെ ഉണ്ട് അതിന്റെ നീളം. നിങ്ങൾ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം വരിക, നിങ്ങൾ എൻജോയ് ചെയ്യുക. എന്താ പറയുക, കിഡിലോസ്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക മാക്സിമം. അവനെ വീഡിയോ കാണിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് 2 പേർക്കും ഭയങ്കര വിഷമമാണ് സുഹൃത്തുക്കളെ. വിശാഖണ്ണ ഒരു കര കാണിച്ച് ഗൈസ് ഞങ്ങളുള്ളവന്മാരെ കാണുന്നില്ല ഗൈസ്. അവന്മാർ 2 എണ്ണം ഇതുവരെ തുഴയാൻ പഠിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ കൂടെ ഉള്ളവരെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. സോ നമുക്ക് അവന്മാരെ പോയി കണ്ടുപിടിക്കാം ഗൈസ്. ഇവന്മാർ ഇവിടെ എവിടെയെങ്കിലും കാണണം. അവന്മാർ ഇതുവരെ അവന്മാരെ കണ്ടു കിട്ടിയില്ല ഗൈസ്. എവിടെ അവന്മാരിക്കോ എൻ്റെ പങ്കായം പോയ ഗൈസ്. അവന്മാരെ കാണുന്നില്ല ഗൈസ്. എവിടെ ചരത്ത് ദേവോ ഗൈസ്. അവന്മാരെ കാണുന്നില്ല ഗൈസ്. വാള് വെച്ച് ഗൈസ്, വാള് വെച്ച് അതാണ് ഇപ്പൊ 2 പേരും ഓപ്പോസിറ്റാണ് പിടിക്കുന്നത്. ദേവ മോനെ കുട്ട ദേവ, ഹൗ ഇസ് ദ വാൾ എക്സ്പീരിയൻസ് ബ്രോ? ദേവന് വയ്യ. ഞങ്ങൾ ആക്ച്വലി അവന്മാരെ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യിച്ച്. വീഴല്ലേ വെള്ളം ട്രഫിക്കാടാ. പൊന്ന് ഗൈസ്, എഴുന്നേറ്റുന്നുള്ള റിസ്ക് ഷോട്ടാണ്. എന്റെ പൊന്നളിയ ഇല്ല വീഴാനേ എപ്പോഴും അതല്ലേ. ഓരേ അണ്ണാ എന്തൊരു ഉണ്ടായി കിടക്കുന്നു ഇവിടേക്ക് ഗൈസ്. ഞാനിപ്പൊ കായലിന്റെ നടുക്ക് നിൽക്കുന്നു. ദേവ ഇറങ്ങടാ. എടേ ഇറങ്ങടാ ദേവ. നീ ഇറങ്ങുവാ ഗൈസ്. ഞങ്ങളിപ്പോ കായലിനെ നടുക്ക് നിൽക്കുകയാണ്. ഇവിടെ ആകെപ്പാട് ഇത്രയും വെള്ളമുള്ളൂ ഗൈസ്. വീടുപോടെ വീടുപോടെ ഞങ്ങളോ. യവൻ വാള് വെച്ച ഡെമോയാണ് ഇപ്പൊ ഇവൻ കാണിച്ചത്. ടാറ്റ. പോവാണപ്പോ പോടാ. എവിടം വരെ പോകും? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പയ്യെ പോവുകയാണ് സുഹൃത്തുക്കളെ. അതാണ് ആ ബാക്കിൽ കാണുന്നതാണ് മൺട്രോ ഐലൻഡിലെ സൺസെറ്റ്.
ഇനി മൺട്രോയിലിന്റെ സൺസെറ്റ് കാണിച്ചാൽ നിങ്ങളാരും പറയില്ലേ? ഇല്ലടാ പറ. അതെ ഓക്കെ സെറ്റ് ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോനെ കാല് മരവിച്ചിരിക്കുന്നുണ്ട് ഏതാണ്ട് പോലെ. ഇത്ര നേരം കുത്തിരുന്നുണ്ടെന്ന് കാലൊരുമാതിരി മരവിച്ചിരിക്കുന്നുണ്ടോ? കാലിന് വല്ലതും ഉണ്ടോ? പ്രശ്നം വല്ലതും ഉണ്ടോ? ഓ എനിക്ക് കാലിനോടെ മരവിച്ചിരിക്കുന്നു. ആ തരുന്നല്ലേ കണ്ടോ ആദ്യത്തെ എക്സ്പീരിയൻസ്. ബാക്കി പോകണ്ട വരുന്നേ ഉള്ളു. ചെറുതായിട്ട് ഞാൻ എൻ്റെ നിക്കർ അവിടെ വെച്ച് മറന്നു പോയി. നിക്കർ എടുക്കാൻ ഞാനും അതിനോടെ പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്തോരെ അതാണ് ചേട്ടാ എൻ്റെ നിക്കർ. അയ്യാ പൂട്ടിയായിരുന്നു കേട്ടോ. ആ താങ്ക്സ്. കിട്ടിപ്പോയി ഗൈസ് എൻ്റെ നിക്കർ. താങ്ക് യു. ഓക്കെ കിട്ടി ഗൈസ്. കിട്ടി എൻ്റെ നിക്കർ കിട്ടി ഗൈസ്. ഇല്ല അത് കുഴപ്പമില്ല. ഓക്കെ ഗൈസ് ബാക്കി ഇനി വണ്ടി എവിടെ തന്നെ ചെയ്യാം. ചായ കുടിക്കാം ഗൈസ്. എടാ നിങ്ങളൊക്കെ ഡയറ്റ് ആണല്ലോടാ പറയുന്നത്. ഇതെല്ലാം കാണുന്നുണ്ടാണോ? ഇവൻ ഡയറ്റ് ആണെന്നാ പറയുന്നുണ്ടോ? അടുത്ത ശിഷ്യൻ നാളെ 2 പുഷപ്പ് കൂടുതല്. കഴിച്ചോ ഞങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ പറയുമ്പോ നീ എടുത്ത് കഴിച്ചല്ലോ വായന. ഇവർ വേണം നീ കഴിച്ചോളാൻ. അതെ അതെല്ലാ മാസവും പോകുന്നത്. അത് അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ശമ്പളം മാത്രം ഇങ്ങോട്ട് ഇറക്കാനേ കാണത്തുള്ളൂ. ഒരുപാട് ഷവർമ മേക്കർ എന്തെങ്കിലും കഴിക്കാൻ കഴിച്ച വിശക്കുന്നു. ചെക്കെങ്ങാണ്ട് എന്തോ കഴിച്ചോണ്ട് ഇറങ്ങിയതാണ്. വിശണ മൂന്ന് അൽഫാമും പിന്നെ 1 2 3 4 എത്ര ഷവർമയാണ്? 4 ഷവർമയാണ്. 5 ഷവർമയും 3 അൽഫാമുമാണ് വന്നിരിക്കുന്നത്. നല്ല വിഷമമുണ്ട് ഗൈസ്. കഴിച്ചിട്ട് വരട്ടെ. ഓ ഗൈസ് വയറ് ഡപ്പനിട്ട് ഉപ്പനായി ഗൈസ്. ഇനി എങ്ങനെയൊന്ന് വീട് പോയാൽ മതി. അന്നാണ് തുറക്കണ്ണ. അയ്യോ അയ്യോ എൻ്റെ അമ്മച്ചിയെ. എനിക്ക് എവിടെയും പോയി കിടന്നാൽ മതി. ഓക്കെ ഓക്കെ ടാറ്റ ടാറ്റ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ സെറ്റ്. ആ കേൾക്കുന്ന സൗണ്ട് ഇവൻ പ്രത്യേകമായിട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്ന അവൻ്റെ കുറച്ച് പട്ടികളാണ്. അവർ അലന്ന പട്ടികൾ, കുറെ അലന്ന പട്ടികള്. അയ്യോ നല്ല ട്രിപ്പ് സൂപ്പർ സോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഇനി വീട്ടിലൊക്കെ പോവാണ്. സോ ഓക്കെ ബൈ.